ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് ചീസ് ബോൾസ്. ചീസ് ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടറ്റോ ആണ്. ഞാനിപ്പോൾ ഇവിടെ 2 വലിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മീഡിയം പൊട്ടറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 പൊട്ടറ്റോ എടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്ത് തൊലിയോട് കൂടി തന്നെ കുക്കറിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല. ഒരുപാട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ സോഗി ആയിട്ട് മാറും. അതായത് സോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിറച്ച് വെള്ളം പിഴിഞ്ഞ പോലെ ഒരു ഫീലിംഗ് വരും. അതുകൊണ്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തുറന്ന് നമുക്കതിലത്തെ വെള്ളമെല്ലാം കളഞ്ഞ് തണുത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മാഷ് ചെയ്ത് വെക്കുക. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണിത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്താണ്? ചീസ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചീസിൻ്റെ ബ്ലോക്ക് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ക്യൂബ്സ് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും അങ്ങനെ അവൈലബിൾ ആയിന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് മൊസറല്ല ചീസ് സാധാരണ ഗ്രേറ്റഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ വാങ്ങിച്ചിട്ട് ഗ്രേറ്റഡ് ആയിട്ടുള്ള ചീസ് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് കുറച്ചായിട്ട് ഇങ്ങനെ എടുത്ത് നമുക്ക് എടുത്താലും മതിയാവും. അപ്പോൾ നിങ്ങളുള്ളത് എങ്ങനെയാണ് അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് പെപ്പർ പൗഡർ, അത് വൈറ്റ് പെപ്പർ ആണെങ്കിലും കുഴപ്പമില്ല, ബ്ലാക്ക് പെപ്പർ ആണെങ്കിലും കുഴപ്പമില്ല, പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒറിഗാനോ ആണ്. അതല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ കിട്ടും, അത് ഉപയോഗിച്ചാലും മതിയാകും. ഈ രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കസൂരി മെത്തിയില്ലേ, ഉലുവയില ഉണക്കി പൊടിച്ചത് ഇട്ടാലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് എന്തൊക്കെയാണോ അതനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തിക്കോളൂ. ഇന്നത് മാത്രം ഇടണമെന്ന് ഒരു നിർബന്ധങ്ങളും ഇല്ല. ബേസിക് ആയിട്ടുള്ള ചീസ് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തല്ലോ. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത്, അത് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കണമെന്നില്ല. അപ്പോൾ അമ്മമാർക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് മക്കൾക്ക് ഇഷ്ടമല്ലാത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ, അതനുസരിച്ച് തീരുമാനിച്ചോളൂ. ഞാനിപ്പോൾ കുറച്ച് ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം അധികം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേ സമയം ഇതിൽ ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് ബ്രെഡ് ക്രംസോ ബ്രെഡ് പൊടിച്ചതോ അല്ലെങ്കിൽ കുറച്ച് മൈദയോ ആട്ടയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് മിക്സ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ കട്ട്ലേറ്റ് ചെയ്തില്ല അതുപോലെ. അപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അങ്ങ് മാറിക്കോളും. ഇതിൽ ഞാൻ ഒരു അല്പം ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, ഇതിൽ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല കയ്യിൽ. എന്നാൽ പോലും ഇപ്പോൾ ബ്രെഡ് ഇവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആട്ടയോ അതായത് ഗോതമ്പ് പൊടിയോ മൈദയോ റസ്ക് പൊടിയോ ഒന്നില്ലെങ്കിൽ കോൺഫ്ലവറോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. അതായത് ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. എരിവുണ്ട് ഉപ്പുണ്ട്, പാകമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഈസിയാണ്. അതേസമയം കുട്ടികൾക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഉരുള എടുക്കുക. കണ്ട, അപ്പോൾ ഈ ഒരു ഉരുള, അപ്പോൾ ഇത് നമുക്ക് നോക്കി എൻ്റെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നമുക്ക് സുഖമായിട്ട് ഉരുട്ടാൻ പറ്റണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളം കൂടുതലാണെന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഐറ്റംസ് ചേർത്തിട്ട് ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അങ്ങ് കുറയ്ക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യൂബില്ലേ, ചീസിൻ്റെ ക്യൂബാണെങ്കിൽ ചീസിൻ്റെ ക്യൂബ്, അതല്ലെങ്കിൽ ഈ ഗ്രേറ്റഡ് ആയിട്ടുള്ള മൊസറല്ല ചീസ് ആണെങ്കിൽ അതിന് കുറച്ച് എടുത്തുകൊണ്ട് ഉള്ളിലോട്ടങ്ങ് വെച്ചിട്ട് ഇതങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. ചീസ് പുറത്തേക്ക് കാണാൻ പാടില്ല. ഈ പൊട്ടറ്റോ വെച്ചിട്ട് നമ്മൾ ആ ചീസിനെ അങ്ങ് സംരക്ഷിക്കണം. ഓക്കെ, അതിനൊന്ന് സുരക്ഷിത സ്ഥാനത്ത് ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയിലിട്ട് വറക്കുമ്പോഴേക്കും ചീസ് അങ്ങ് പൊട്ടി അങ്ങ് പുറത്തേക്ക് വരും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടറ്റോനെ അവൻ്റെ കവചമാക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ഇതേപോലെ ഉരുട്ടിയപ്പോൾ ചീസ് ഉള്ളിൽ പെട്ടുപോയി, അതേസമയം പൊട്ടറ്റോൻ്റെ കവറിങ് വന്നു. ഓക്കെ, അപ്പോൾ അത് സുരക്ഷിതമായിട്ടുണ്ട്. എന്നാൽ പോലും ഇനി കുറച്ചും കൂടെ നമുക്കതിനൊന്ന് സേഫാക്കി എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിലോട്ടൊന്ന് മുക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതൊരു ലഡ്ഡു പോലെയായി അല്ലേ, നമ്മുടെ കോക്കനട്ട് ലഡ്ഡു പോലെ ആയിട്ടുണ്ട്. പക്ഷേ അതുപോരാ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള ലിക്വിഡായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇതിലോട്ട് നമുക്ക് മുക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതായത് ആ ചീസ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡബിളായിട്ട് നമ്മളിത് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലോട്ട് അങ്ങ് മുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇനി എന്ത് ചെയ്യണം? ഇതേപോലെ അങ്ങ് വീണ്ടും ഈ ബ്രെഡിലങ്ങ് റോൾ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീസ് ബോൾസ് റെഡി ആക്കിയിട്ടുണ്ട്. ഒരു 15ഓളം
ചീസ് ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ നിന്ന് ഇതിങ്ങനെ റെഡിയാക്കിയതിന് ശേഷം കട്ട്ലേറ്റ് ഒക്കെ സൂക്ഷിക്കുന്ന പോലെ ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് പിന്നെ ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രീസറിൽ നിന്ന് എടുക്കുക, ആ വശം തന്നെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രീസറിലൊന്നും വെക്കാൻ പോകുന്നില്ല, നേരെ തന്നെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കടായിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ മീഡിയം ചൂടാവാനേ പാടുള്ളൂ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണയിൽ ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ മേലേക്ക് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ചൂടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആദ്യം ഒരെണ്ണം മാത്രം ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. പിന്നെ ഒരുപാട് ഹൈ ഹീറ്റിൽ ഇടാൻ പാടില്ല, അതുപോലെ തന്നെ ഒട്ടും ചൂടില്ലാത്ത സമയത്ത് നമ്മളിത് പൊരിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ എണ്ണ ഭയങ്കരമായിട്ട് അങ്ങ് ഈ ഇതിലോട്ടങ്ങ് വലിച്ചെടുക്കും. ഇത് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇട്ട വശം തന്നെ ബ്രൗൺ കളറാവും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചെറിയൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇത്ര എണ്ണ ഉണ്ടെങ്കിലും ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ഈവനായിട്ട് അങ്ങ് കുക്ക് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഒരെണ്ണം റെഡിയാക്കി നോക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ 3-4 ഒരുമിച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ഞാൻ ഇനി ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ ഒരു അരിപ്പയിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. എക്സസ് ആയിട്ടുള്ള എണ്ണ എന്തെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. അതില്ലെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂ ഉണ്ടെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 എണ്ണ മൊത്തത്തിൽ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ചൂടോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോഴാണ് ആ ചീസ് ഇങ്ങനെ ശരിക്കും വലിഞ്ഞ് മെൽറ്റായിട്ട് വരുള്ളൂ. ചൂടാറി കഴിഞ്ഞാൽ അത് അങ്ങനെ ഉറച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ മക്കൾക്ക് ആവശ്യമുള്ള സമയത്ത് വറുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഫോട്ടോ എടുക്കാനുള്ള പർപ്പസിന് മാത്രം ഞാൻ ഒരു 5 എണ്ണ വറുക്കുന്നേ ഉള്ളേ, ബാക്കി അങ്ങ് ഫ്രീസറിലെടുത്ത് വെക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച്, അതായത് 4 എണ്ണ ഒരുമിച്ചിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ചീസ് ബോൾസ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം കാണാനില്ല, 2 എണ്ണം നന്ദുവിൻ്റെ വയറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചൂടോട് കൂടി ഉണ്ടാക്കി കൊടുക്കണം ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞ പോലെ നല്ല ചീസ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന വലിഞ്ഞ് വരും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ. നിങ്ങളിപ്പോൾ അഥവാ ഉണ്ടാക്കി വെച്ചു എന്ന് വിചാരിക്കാം. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓവനിൽ വെച്ചിട്ട് 10-20 സെക്കൻഡ് അങ്ങ് ചൂടാക്കുക. അപ്പോൾ ഉള്ളിലത്തെ ആ ചീസ് അങ്ങ് മെൽറ്റ് ആയിക്കോളാം. ഒരുപാട് സെക്കൻഡ് അടിക്കാൻ പാടില്ല, അതിങ്ങനെ പൊട്ടിത്തെറിച്ച് വരും. അതിനുശേഷം നിങ്ങൾ കുട്ടികൾക്ക് സെർവ് ചെയ്താൽ മതി. നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ, കൈ പൊള്ളണ്ട, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചീസ് കണ്ടോ മെൽറ്റായിരിക്കണണ്ട, ചൂടാണ്. അപ്പം ഇങ്ങനെ വന്നോളും. പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ മെൽറ്റായിട്ടുള്ള ചീസ്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടമാവും അല്ലേ. ശരി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിച്ചു നോക്കാം. ചൂട് ചൂട് ചൂട്. പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, അമ്മമാർക്കും കഴിക്കാൻ. കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് അല്ലേ ഭയങ്കര ഒരു ഇഷ്ടം. ചീസ് വലിഞ്ഞു വരുന്നത്, പിസയിൽ ചീസ് വലിഞ്ഞു വരുന്നത്, ഇതൊക്കെയാണ് അവരുടെ ഒരു ഫേവറേറ്റ്. കാലം മാറി കഥ മാറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് സർപ്രൈസ് ആയിട്ട് അമ്മ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും. പ്രത്യേകിച്ച് എന്താ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് മുതൽ. അപ്പോൾ അമ്മമാർക്ക് ജോലി ആയിട്ടുണ്ട്. അവരുടെ ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറയാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.